ഓർമ്മകളുടെ മാഞ്ചുവട്ടിൽ. രാവിലെ ബസ്സിറങ്ങി ഓഫീസിലേക്ക് നടക്കുമ്പോൾ മനസ്സ് വെറുതെ ഏതൊക്കെയോ ചിന്തകൾക്കു പിന്നാലെ അലഞ്ഞു നടക്കുകയായിരുന്നു. ഗേറ്റ് കടന്ന് വളപ്പിലെ മാഞ്ചുവട്ടിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു വലിയ കണ്ണിമാങ്ങ കുറച്ചു മുന്നിലായി വന്നു വീണു. ഒരു നിമിഷം മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഞാനൊരു കുട്ടിയായി മാറിയോ? നടക്കുമ്പോൾ പോലും വേദനിക്കുന്ന വലത് കാൽമുട്ടിനെ മറന്ന് ഓടിച്ചെന്ന് ഞാൻ ആ മാങ്ങ കൈക്കലാക്കി. ചുറ്റിലും നോക്കി. പിന്നെ ഒരു ജേതാവിനെ പോലെ മാങ്ങയും പിടിച്ച് പടികൾ കയറി എൻ്റെ മുറിയിലെ കസേരയിലിരുന്നു. ജിമ്മിച്ചനല്ലാതെ ആരും എത്തിയിട്ടില്ല. മൃഗാശുപത്രിയുടെ ഓഫീസ് സമയം ആകുന്നതേയുള്ളൂ. ഞാൻ പതുക്കെ മാങ്ങയുടെ ഞെട്ടികളഞ്ഞ് ഒരു കടലാസിൽ അതിൻ്റെ ചുനയൊക്കെ തുടച്ച് കറുമുറെ കടിച്ചു തിന്നുകൊണ്ടിരിക്കുമ്പോൾ അറ്റൻഡൻസ് ബുക്കും മറ്റും രജിസ്റ്ററുകളുമായി ജിമ്മിച്ചൻ അവിടേക്ക് വന്നു. എന്താ സാറേ, കുട്ടികളെപ്പോലെ രാവിലെ കണ്ണിമാങ്ങ പെറുക്കി തിന്നുന്നത്? ബഹുമാനവും ചെറിയൊരു പരിഹാസവും ഒരു ചിരിയിൽ ചാലിച്ചെടുത്ത് ജിമ്മിച്ചൻ ചോദിച്ചു. ഒന്നും മിണ്ടാതെ ചിരിയോടെ ഞാൻ ആ മാങ്ങ തിന്നുകൊണ്ടിരുന്നു. ജിമ്മിച്ചൻ അതും നോക്കി അത്ഭുതത്തോടെ നിന്നു. നിങ്ങളുടെ ഈ എറണാകുളത്ത് മാവും പ്ലാവും ഒന്നുമില്ലേ സാറേ? 55 കൊല്ലത്തെ തൻ്റെ ജീവിതത്തിനിടയിൽ ഷൊർണൂരും ഒറ്റപ്പാലവും പാലക്കാടും അല്ലാതെ മറ്റെവിടെയും ഇതുവരെ പോകാത്ത ജിമ്മിച്ചന് എറണാകുളം ഒരു വിദേശ രാജ്യം പോലെയാണ്. പച്ചപ്പരിഷ്കാരത്തിൻ്റെ നാട്. എൻ്റെ മനസ്സ് പുറകോട്ടു പോയി. 35 കൊല്ലം മുൻപ് എൻ്റെ ചെറായി ഗ്രാമം എങ്ങനെയായിരുന്നു? നിറയെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകളും പന്തലിച്ച് നിന്നിരുന്ന നാട്ടുമാവുകളും കുളങ്ങളും മുട്ടോളം വെള്ളത്തിൽ നെല്ല് വിളയുന്ന പൊക്കാളിപ്പാടങ്ങളും ഒക്കെയുണ്ടായിരുന്നു എറണാകുളത്തെ ഈ മനോഹര ഗ്രാമത്തിൽ. രാത്രി പൊഴിഞ്ഞു വീണ കണ്ണിമാങ്ങകൾ പെറുക്കാൻ വെളുപ്പിനു തന്നെ മാഞ്ചുവട്ടുകളിലേക്ക് ഓടുന്ന കുട്ടികൾ. ഒഴിഞ്ഞ പറമ്പുകളിൽ കുട്ടിയും കോലും കളിച്ചും പമ്പരം കൊത്തിച്ചും രാശിക്കായ കളിച്ചും മാങ്ങ എറിഞ്ഞു വീഴ്ത്തിയും ഞങ്ങൾ വിലസി നടന്ന കാലം. ഇന്നത്തെ പോലെ പ്ലാസ്റ്റിക് ഷീറ്റ് വേലികളും സ്നേഹമതിലുകളും കന്മതിലുകളും ഒന്നുമില്ലാതിരുന്ന അക്കാലത്ത് കരിങ്കോട്ടയും പരുത്തിയും താളിപ്പരുത്തിയും മുരിക്കും ചെമ്പരത്തിയും കോളാമ്പിച്ചെടികളും തൂക്കുചെമ്പരത്തികളും കൊണ്ടുള്ള വേലിപ്പടർപ്പുകളായിരുന്നു എവിടെയും. ഓലമേഞ്ഞതും ഓടുമേഞ്ഞതുമായ വീടുകൾ, പറമ്പുകളിൽ തലങ്ങും വിലങ്ങും തോടുകൾ. ആ തോടുകളിലൂടെ വഞ്ചികളും വലിയ വള്ളങ്ങളും എല്ലാം ഗ്രാമത്തിൻ്റെ ഏത് ഉൾപ്രദേശങ്ങളിലേക്കും ചരക്കുകളുമായി എത്തുമായിരുന്നു. ഓട്ടോറിക്ഷകളും ടിപ്പറുകളും ടാറിട്ട വഴികളും തീരെ ഇല്ലാതിരുന്ന കാലം. വഞ്ചികൾ തന്നെയായിരുന്നു അന്ന് ചരക്ക് കടത്തിന് ആശ്രയം. ജലസമൃദ്ധമായ തോടുകളിൽ കരിമീനും തിലോപ്പിയയും കൂരിയും പാണൻ പള്ളത്തിയും പഴുത്തിയും പൂളാനും കരിങ്കണയും ചെമ്മീനും ഞണ്ടുകളുമൊക്കെ നിറയെ ഉണ്ടായിരുന്നു. വേലിയേറ്റം കയറി നിറഞ്ഞു നിന്ന തോടുകളിൽ പൂച്ചൂട്ടി എന്ന മാനത്ത് കണ്ണികൾ ആഹ്ലാദത്തോടെ നീന്തിത്തുടിച്ചിരുന്നു. ആ തോട്ടുവരമ്പുകളിൽ അഴുകിയ തൊണ്ട് തല്ലിയിരുന്ന പെണ്ണുങ്ങളുടെ കൊട്ടുവടികളുടെ മേളപ്പൊരുക്കം. ചെറായിയുടെ ടാറിടാത്ത ഇടവഴികളിലൂടെ നടക്കുമ്പോൾ അന്ന് കേട്ട സംഗീതങ്ങൾ ഇന്നെവിടെ? കയർപിരിക്കുന്ന റാട്ടിൻ്റെ താളം, കക്ഷത്തിൽ ചകിരിത്തടയും പേറി ചകിരിനാരുകൾ റാട്ടിൻ്റെ കൊളുത്തിൽ കുരുക്കി റാട്ടിൻ്റെ ചക്രങ്ങൾ കറങ്ങുമ്പോൾ പിന്നോട്ട് നടന്ന് കയർ പിരിച്ച് ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ ഒരിക്കലും കഴിയാതിരുന്നവരുടെ അതിജീവനത്തിൻ്റെ സംഗീതം എവിടെ മാഞ്ഞുപോയി? നീണ്ട ഇടവഴികളിൽ പാവുനൂല് പശമൂക്കി ഉണക്കിയും തങ്ങളുടെ കുടിലുകളിലെ ചർക്കകളിൽ നൂലുനൂറ്റും ദരിദ്ര ജീവിതത്തിൻ്റെ ഊടും പാവും നെയ്തെടുത്ത ചെറായിയിലെ നെയ്ത്തുകാരുടെ കൈത്തറിത്താളവും കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഒലിച്ചുപോയി. വിക്ടറി തിയേറ്ററിലെയും സ്റ്റാർ തിയേറ്ററിലെയും സിനിമ മാറിയ വിവരം വിളംബരം ചെയ്ത് പോസ്റ്റർ ഒട്ടിച്ച ബോർഡ് ഒരാൾ തലയിലേന്തി 2 പേർ പിന്നാലെ ചെണ്ട കൊട്ടി മറ്റൊരാൾ നോട്ടീസും കൊടുത്ത് കടന്നു പോകുന്ന കാഴ്ച.
സത്യൻ്റെയും നസീറിൻ്റെയും ജയഭാരതിയുടെയും ഷീലയുടെയും പടങ്ങൾ അച്ചടിച്ച നോട്ടീസ് കിട്ടാൻ ഇതിനു പിന്നാലെ എത്ര ഓടിയിരിക്കുന്നു. ആ കാലത്തെ ഓർമ്മകളെല്ലാം മനസ്സിൻ്റെ അടരുകളിൽ മറഞ്ഞു കിടക്കുകയായിരുന്നു. മാവും മരങ്ങളും നാടും നാട്ടാരുമൊക്കെ എത്രയോ മാറി. കാലത്തിൻ്റെ ഗതിവേഗത്തിനൊപ്പം എത്താനുള്ള ഓട്ടത്തിനിടയ്ക്ക് ഓർമ്മകളെ മാന്തിയെടുക്കാൻ ഇവിടെ ആർക്കാ സമയം? മാങ്കുലകൾ തേടി കയ്യിൽ കല്ലും വടിക്കഷ്ണങ്ങളുമായി ആളില്ലാ പറമ്പുകളിലെ മാവുകൾ തേടി മേലേക്ക് നോക്കി നടന്ന അന്നത്തെ ബാല്യകൗമാരങ്ങളുടെ പിന്മുറക്കാർ ഇന്ന് കണ്ണട വെച്ച് കൂനിക്കൂടി തലയും കുമ്പിട്ട് മൊബൈലിൽ കണ്ണും നട്ട് കൂട്ടം കൂടിയിരുന്നു. പബ്ജികളെയാണ് പരസ്പരം മിണ്ടാതെ. സാറെന്താ മാങ്ങയും തിന്ന് മത്ത് പിടിച്ച് ആലോചിച്ചിരിക്കുന്നത്? മുന്നിൽ ജിമ്മിച്ചൻ വീണ്ടും ഒരു സിറിഞ്ചും എൻ്റെ നേരെ നീട്ടിപ്പിടിച്ച് ചിരിച്ചുകൊണ്ട് വാക്സിനുമെടുത്ത് ജിമ്മിച്ചൻ്റെ പുറകെ ഞാൻ മൃഗാശുപത്രിയുടെ പിന്നാമ്പുറത്തേക്ക് നടന്നു. ഒരു കണ്ണിമാങ്ങയുണർത്തിയ ഓർമ്മകളുടെ മയിൽപ്പീലികളെ മനസ്സിൻ്റെ ചിറകുകളിലുള്ളിലേക്ക് അടക്കി വെച്ചുകൊണ്ട്.